ഞാൻ എൻ്റെ പേര് അച്ഛൻ കുഞ്ഞ്. തോമസ് മാത്യു എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഞാൻ തിരുവല്ല ആമല്ലൂർ സെഹ്യോൻ മാർത്തോമ ഇടവകാംഗമാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലാട്ട് കൊച്ചായന്ന് വിളിക്കുന്ന ആളുടെ മൂത്ത മകളെയാണ്, വത്സമ്മയുടെ അമ്മാച്ചൻ്റെ മോളാണ് ഇവിടുത്തെ അമ്മാമ്മ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഏതാണ്ട് 50 വർഷത്തോടടുത്താകാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് അറിയാം. എന്ത് ഫങ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന കുടുംബമാണ്. അന്നേരം പൊന്നമാമയുടെ ഓർമ്മ ദിവസം 1 വർഷം തികയുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. താമസം തിരുവല്ല ആമല്ലൂർ സെഹ്യോൻ മർത്തോമപ്പള്ളിയുടെ തൊട്ട്. ഞാൻ പഠിച്ചത് SES ഹൈസ്കൂൾ തിരുവല്ല, മർത്തോമ കോളേജ് തിരുവല്ല. മർത്തോമ കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ പ്രിൻറ്റിങ് ടെക്നോളജി പഠിക്കാനായിട്ട് ബോംബെയിൽ പോയി. എൻ്റെ ഒരു അങ്കിളായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൽ. അങ്ങനെ ഞാനും അതുപോലെ ഞങ്ങളുടെ പല സുഹൃത്തുക്കളും അവിടെ ഒരുമിച്ച് 5 വർഷം ബോംബെയിലുണ്ടായിരുന്നു. ബോംബെ ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ തൊട്ടടുത്ത്, അതിൻ്റെ തൊട്ടടുത്ത് JJ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ് അവിടെയാണ് ഞാൻ പഠിച്ചത്. അതെ. അതിന് ശേഷം എൻ്റെ ഒരു അങ്കിൾ ഒക്കെ ബഹ്റിനിൽ അന്ന് ഉണ്ടായിരുന്നു, ഷിപ്പിംഗ് മാനേജരായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോവുകയും ഏതാണ്ട് 42 വർഷം ബഹ്റിനുണ്ടായിരുന്നു. അല്ല, അത് മുഹമ്മദ് ജലാൽ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, ഒരുപാട് കമ്പനികൾ അവർക്കുണ്ട്. അതിൽ ഈ പ്രിൻറ്റിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നല്ലോ ഞാൻ. പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ പാസ്സായ ആളാണല്ലോ. അന്നൊക്കെ ഇതുപോലെ പഠിച്ചവർ വളരെ ചുരുക്കമാണ്. ജോലി ചെയ്ത് പരിചയമുള്ളവരാണ് അധികം പേരും. ആദ്യത്തെ കാലത്തൊക്കെ അങ്ങനെ അവിടെ അങ്ങനെയുള്ള പരിചയത്തിലാണ്. അതെ 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 അതെ. അക്കോമഡേഷനൊക്കെ പലതും മാറി. അങ്ങനെയൊക്കെ റിട്ടയർ ചെയ്തിട്ട് 2015 ആണ് വന്നത്. അമ്മാമ്മ അവിടുത്തെ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന അതിൻ്റെ അവിടുത്തെ BSc നേഴ്സിംഗ് ഉള്ള ആൾക്കാരെയൊക്കെ, നേഴ്സിംഗ് ഉള്ള ആൾക്കാരെ പഠിപ്പിക്കുകയായിരുന്നു. മക്കളെ എനിക്ക് 2 മക്കളാണ്. മോളും ഫാമിലിയും എല്ലാം ഇംഗ്ലണ്ടിലാണ്. മോനും ഫാമിലി ഓസ്ട്രേലിയ സിഡ്നി. ഞങ്ങളെ മോൾക്ക് 2 ആൺപിള്ളേർ, മോന് 1 മോൻ. അങ്ങനെ 3 കൊച്ചുമക്കളാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം ആദ്യം ചർച്ചിൻ്റെ കാര്യങ്ങളിലും ഒക്കെയാണ് കൂടുതലും. അങ്ങനെയൊക്കെയാണ് സമയം. ഇപ്പം അങ്ങനെയൊക്കെയാണ്. ചുറ്റും ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ എല്ലാവരും ഇതുപോലെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിള്ളേർ സെറ്റുകളൊക്കെ ഈ വിദേശത്തൊക്കെയാണ്.
പ്രിന്റിങ് പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എല്ലാം കൈകൊണ്ട് മോണോസിറ്റും അങ്ങനെയൊക്കെയല്ല. ആദ്യകാലത്ത് പിന്നെ അങ്ങനെ ആയിരുന്നു. ഇപ്പം ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം വന്ന് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. പിന്നെ ഉള്ള ഏത് കാര്യവും ഇപ്പം പിന്നെ വളരെ അതെ 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 ഏത് കാര്യത്തിലും ഡിസൈൻ ചെയ്യും. ആദ്യകാലത്ത് ആ രീതികളൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം. ഞാൻ പഠിച്ചതൊന്നും അല്ല അപ്ലൈ ചെയ്യേണ്ടത്. പിന്നീട് വർഷങ്ങളായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. അന്നത്തെ കാലത്തെ നമ്മൾ പഠിക്കുന്ന ആ രീതിയൊന്നും അല്ലായിരുന്നു. ഓക്കെ 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 ഇന്ന് താങ്ക് യു സോ മച്ച്.